ബഹുമാനമുള്ള അച്ഛന്മാര്, മാതാപിതാക്കള്, കുഞ്ഞുങ്ങളെ, ദുഃഖത്തിലായിരിക്കുന്ന സന്തോഷ്, അക്ഷിത, ആനി, ജുബിൻ കുഞ്ഞുങ്ങളെ, സ്റ്റീഫൻ, ഷാരൺ, കൊച്ചുമോൻ, മറ്റ് സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് അയിരൂർ എഴിക്കകത്ത് കുടുംബയോഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ഞാൻ റാന്നിയിൽ നിന്നാണ് വരുന്നത്. സന്തോഷ്, അതായത് ഞങ്ങൾ സോമിച്ചാൻ എന്ന് വിളിക്കുന്ന പ്രൊഫസർ എൻ തോമസ് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞു. ഞാൻ ഈ അച്ചായനെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ കുടുംബമായുള്ള ബന്ധത്തിൽ കുടുംബത്തോട് വളരെ സ്നേഹവും സഹകരണവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഈ 94-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഏകദേശം 84-ാമത്തെ വയസ്സ് ആ ഒരു പ്രായത്തിൽ വരെ ഇവിടുന്ന് ട്രെയിൻ കയറി അവിടെ എത്തി കുടുംബയോഗത്തിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമായിരുന്നു. കുടുംബയോഗത്തിൽ വളരെ സജീവമായി സ്വാമിച്ചായൻ എത്തിയിരുന്നു, സഹകരിച്ചിരുന്നു. അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഇവിടെ അച്ചായൻ്റെ വേർപാടിൽ ഞങ്ങളിവിടെ എത്തുക എന്നുള്ളത് ഞങ്ങളുടെയും ഒരു വലിയ ഉത്തരവാദിത്വം ആണ്. ഞാൻ നാട്ടിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അച്ചായനുമായിട്ട് അങ്ങനെ വളരെ അടുത്ത് പേഴ്സണലി ഇടപെട്ടിട്ടില്ല എങ്കിലും സന്തോഷ്ജിയുമായിട്ട് വളരെ അടുത്ത്, നമ്മുടെ പ്രായത്തിന് ജനറേഷനേതായിട്ടുള്ള അകലമുണ്ടല്ലോ, എങ്കിലും സന്തോഷ്ജിയുമായി അടുത്ത് വളരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ ശക്തിയും അതുപോലെ ഒരു കുടുംബത്തിൻ്റെ വളർച്ച മാതാപിതാക്കൾ കൊടുക്കുന്ന വലിയ മൂല്യങ്ങളാണ്. ആ മൂല്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് തലമുറകളിലേക്ക് പകരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ വലിയ അനുഗ്രഹം തലമുറകൾക്ക് ദൈവം നൽകി. നമ്മൾ പഴയ കാലങ്ങളിലേക്ക് ഇന്ന് ആരും ചിന്തിക്കില്ല എങ്കിലും പുറകോട്ട് നോക്കുമ്പോൾ ഒരു 40 വർഷം അല്ലെങ്കിൽ 50 വർഷമൊക്കെ എടുക്കുമ്പം നമ്മുടെ നാട്, പിന്നെ മദ്രാസ് എന്നുകൊണ്ടല്ല പറയുന്നത്, ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും വളരെ ഞെരുക്കത്തിലും കൂടെ ജീവിച്ച് വളർന്ന് തലമുറകളെ വളർത്തി വലിയ നിലയിൽ ആയിത്തീരുവാൻ സാധിച്ചു. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം. ഇവിടെ അച്ചായൻ്റെ വേർപാട് നമുക്ക് വേദനയുണ്ടാകും, ഒരു നഷ്ടബോധം നമ്മളിലേക്ക് എത്തിക്കും. എങ്കിലും ക്രിസ്തുവിൽ മരിച്ചവർ നിത്യതയിൽ കാണുമെന്നുള്ള ആ വലിയ പ്രത്യാശ, അത് മറ്റൊരു മതത്തിനും സംഭാവന ചെയ്യാൻ കഴിയാത്ത ഒരു വിശ്വാസമാണ്. ഞാൻ മതത്തിലധികം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും എനിക്ക് വേണ്ടി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച എൻ്റെ പാവത്തിന് ബലിയായി തീർന്ന കർത്താവിൽ യേശുക്രിസ്തുവിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസം പകരുവാൻ ഈ കുടുംബത്തിൽ അച്ചായന് അതിനുള്ള കൃപ ദൈവം കൊടുത്തു. ആയിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവം അത്ഭുതകരമായി വഴി നടത്തി. ആ ദൈവത്തിന് നന്ദി കരയറ്റുന്നതിനോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനം ഇവിടെ കുടുംബമായി രേഖപ്പെടുത്തുന്നു. അതിൻ്റെ ആദരസൂചകമായി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. അയിരൂർ എഴിക്കകത്ത് ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരൊക്കെ ഇതിൻ്റെ അടുത്തേക്ക്, ബോഡിയുടെ അടുത്തേക്ക് എത്തണമെന്ന് അപേക്ഷിക്കും. താങ്ക് യു.